മാർക്സും എംഗൽസും ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവരും പഠിപ്പിച്ചിട്ടുള്ളവരും ഒക്കെ വിളിച്ചിട്ടുണ്ട്, അവർക്കറിയാം. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ റഷ്യക്കാരനായ വലിയൊരു വിപ്ലവകാരി മിഖായിൽ ബക്കുനിൻ, അദ്ദേഹം ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും തെറ്റായ ചില നിലപാടുകൾ എടുത്തു. ആ സംഘടന പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനത്തിന് വിരുദ്ധമായ സമീപനം എടുത്തു. അതിലൊരു കാര്യം കൂടെ പറയുന്നത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം എടുത്ത തെറ്റായ ഒരു നിലപാടെന്താ? ഈ സംഘടനയിൽ മതവിശ്വാസികൾക്ക് അംഗങ്ങളാകാൻ അനുവാദം കൊടുത്തുകൂടാ എന്ന് പറഞ്ഞു ബക്കുനിൻ. വേറെയും വിഷയങ്ങളുണ്ട്. അപ്പോൾ മാർക്സും എംഗൽസും എടുത്ത സമീപനം എന്താണ്? തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും സമത്വപൂർണമായൊരു ജീവിതം ഉണ്ടാവണമെന്ന ലക്ഷ്യത്തോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നവർ അവർ മതവിശ്വാസികളാണെങ്കിലും അവരെ തടയണ്ട, അവരെ സംഘടനയിലേക്ക് കൊണ്ടുവരണം, അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കാൻ അവർക്ക് അവസരം കൊടുക്കണം. ഇതാണ് മാർക്സും എംഗൽസും പറഞ്ഞത്. നമ്മുടെ ചില ആളുകൾ ഇപ്പോൾ അത് വേണ്ട പോലെ മനസ്സിലാക്കാത്ത പ്രശ്നവുമുണ്ട്. മതവിരുദ്ധമായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള തെറ്റായ പ്രചരണം നടക്കുന്നതിന് ഇതിനെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാക്കാത്ത ചില ആളുകളുടെ സംസാരങ്ങളും രീതികളും കൂടി വഴിവെച്ചിട്ടുണ്ട്.